ബ്രേക്ക്ഫാസ്റ്റിന് കടലക്കറി ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ കിച്ചണിലോട്ട് കയറിയതാണ്. ഇച്ചിരി ലേറ്റായ കാരണം വേഗം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ടൊമാറ്റോയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുമിച്ചിട്ട് അങ്ങ് വേഗം ഒന്ന് അരച്ചെടുത്ത് ഞാൻ വഴറ്റുവാണേ. അല്പം ഉപ്പ് ചേർത്തേക്കാം, എളുപ്പത്തിൽ വഴണ്ടി കിട്ടും. ഇത് രണ്ടും ഉണ്ടാക്കുന്ന ദിവസം ഇച്ചിരി ജോലി കൂടുതല. ഇനി ഒന്ന് മസാലപ്പൊടികൾ ചേർക്കട്ടെ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഗരം മസാല. ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പം താമസിച്ചു പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന്. കടല നേരത്തെ തന്നെ ബോയിൽ ചെയ്ത് വെച്ചിരുന്നത് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കറി ഒന്ന് ലൂസാക്കാം. കറി ഒന്ന് തിളക്കട്ടെ. തിളച്ച് വരുന്നുണ്ട്. തിളച്ച് കഴിഞ്ഞു നല്ല മാതിരി. കറി റെഡിയായി. ഇനി 2 ചപ്പാത്തികൾ ഉണ്ടാക്കട്ടെ. ചപ്പാത്തി ഉണ്ടാക്കാൻ മാവ് നേരത്തെ തന്നെ കുഴച്ച് വെച്ചിരുന്നേ. നല്ല മാതിരി സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. ഇനി വേഗം നമുക്കൊന്ന് പരത്തിയെടുക്കാം. രാവിലെ 2 ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കാമെന്നൊക്കെ പറയുന്നത് ഇച്ചിരി പണിയാണെങ്കിലും വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. പുറത്തൊക്കെ വാങ്ങാൻ കിട്ടുമെങ്കിൽ നമുക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോഴായിരിക്കും അതിന് പ്രത്യേക തൃപ്തി കിട്ടുന്നത്. നല്ല ചൂടോടെ ഉണ്ടാക്കി നല്ല പൊങ്ങുന്ന ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുമ്പോൾ എന്ത് നല്ല രുചിയല്ലേ. ഓഹോ, അത്യാവശ്യം 2 ആയിട്ടുണ്ട്. ഇനി ഞാൻ വേഗം ഒന്നത് ചുട്ടെടുക്കട്ടെ. ഞാൻ നോക്കിക്കോളൂ കേട്ടോ, നല്ല പൊങ്ങി വരുന്ന ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. നമ്മുടെ ബർണറിനകത്തോട്ട് വെച്ചിട്ടതേ ഒന്ന് വയ്ക്കുമ്പോഴത്തേക്ക് എളുപ്പത്തിലത് പൊങ്ങി വരും. നല്ല ചൂടോടെ കഴിക്കാൻ എന്ത് രുചിയെന്നറിയാം ഈ ചപ്പാത്തി. നല്ല സൂപ്പർ അടിപൊളിയല്ലേ. ചപ്പാത്തിയും കടലക്കറിയും റെഡി ആയിട്ടുണ്ട്. ഫുഡ് നോക്കിയിരിക്കുന്ന ഒരാളവിടെ ഉണ്ട്. വേഗം കൊണ്ട് കൊടുത്തേക്കാം. ഒരു 15 മിനിറ്റ് കൊണ്ട് ഫുഡിന് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഫുഡ് കാത്തിരുന്നതിൻ്റെ മുഷിവുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഏതായാലും സന്തോഷത്തോടെ കഴിക്കട്ടെ. ഇനി ഒരു 2 കൂടി ഉണ്ടാക്കി ഞാനും കൂടി കഴിക്കാം അല്ലേ.